റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതാണത്. അക്തിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. എല്ലാ ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്ന മരണമാകുന്ന ഭയാനക സത്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണേ, സ്മരിച്ചുകൊണ്ടേയിരിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. മരണത്തിന് രണ്ടവസ്ഥകൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത, അറിയാൻ പറ്റാത്ത, പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരിക, അല്ലെ? നമുക്ക് ഇൻഫ്രാറെഡ് കിരണങ്ങൾ കാണാൻ പറ്റില്ല, അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ പറ്റില്ല. നമ്മുടെ രണ്ട് തോളത്തും ഇരുന്ന് ഞാൻ ഈ പറയുന്ന വാക്കുകളടക്കം, നിങ്ങളുടെ ഈ കേൾവിയടക്കം സദാ എഴുതിക്കൊണ്ടിരിക്കുന്ന റഖീബ് അതീദ് മലക്കുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹഫളത്തിനായി അല്ലാഹു നിശ്ചയിച്ച 10,000-കണക്കിന് മലക്കുകൾ എവിടെയൊക്കെ ഉണ്ട്, അവരെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഇൽമിന്റെ സദസ്സിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് മലക്കുകൾ ഈ സദസ്സിൽ പോലുമുണ്ട്, അവരെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്താണ് കാരണം? വലഖദ് കശഫ്നാ അൻക ഗിതാഅക് ഫബസറുക അൽയൗമ ഹദീദ്. അല്ലാഹു പറഞ്ഞതാണ്, ഇന്ന് നമ്മുടെ കണ്ണിനൊരു മൂടിയുണ്ട്. മരണത്തോടടുക്കുന്ന ദിവസം, മരണശയ്യയിൽ നാം കിടക്കുമ്പോ ആ മൂടി പടച്ചോനങ്ങോട്ട് മാറ്റിത്തരും. അവിടെ മലക്കുകളെ നമുക്ക് കാണാൻ കഴിയും, അവരുടെ വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. ആ സമയത്ത് രണ്ട് രീതിയിലാണ് മനുഷ്യരുടെ റൂഹുകൾ പിടിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊന്നാമത്തെ രീതി മാത്രം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തെ ഏതാനും വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, 3 ക്വാളിറ്റികളാണ് മലക്കുകൾ അവിടെ എടുത്തു പറയുന്നത്. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ശാന്തിയടഞ്ഞ ആത്മാവേ. അത് വെറുതെ വിളിക്കുന്നതല്ല, അക്ഷരാർത്ഥത്തിൽ മലക്കുകൾ അത് പറയുന്നതാണ്. എന്താണ് സമാധാനമടഞ്ഞ ആത്മാവ് എന്ന് പറഞ്ഞാൽ? ശാന്തി അടഞ്ഞ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോടും ദേഷ്യമില്ല, വിദ്വേഷമില്ല, പകയില്ല, അസൂയയില്ല, ആരുടെയും അവകാശങ്ങൾ അപഹരിച്ചിട്ടില്ല, ആരുടെയും വ്യക്തിത്വത്തെ അപമാനിച്ചിട്ടില്ല, അഭിമാനം കവർന്നെടുത്തിട്ടില്ല. അങ്ങനെ ശാന്തമായ ഖൽബുൻ സലീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അത്തരത്തിലുള്ള ഹൃദയം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള മരണം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം.